സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 18-ാം വാക്യം. ഏഷണി പറയുന്നവൻ ഭോഷൻ. ഏഷണി എന്ന പദം വ്യത്യസ്തമായ പദങ്ങളാൽ, പര്യായ പദങ്ങളാൽ സദൃശ്യവാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു പര്യായ പദം അപവാദം എന്നുള്ളതാണ്. ഏഷണി പറയുന്നവൻ ഭോഷൻ എന്നതിന് പകരം അപവാദം പറയുന്നവൻ ഭോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ ചിലർക്ക് അനിതര സാധാരണമായ കഴിവുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെയുള്ളവർ ഭോഷനാണ് എന്നുള്ളതാണ്. ആ ഭോഷനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയുന്നവനാണ്. അവൻ പറയുന്ന ഏഷണി, അപവാദം ചിലർ കണ്ണുമടച്ച് വിശ്വസിക്കും. അവരും മൂഢന്മാരാണ്. സത്യം മനസ്സിലാക്കുവാനുള്ള താല്പര്യമോ വ്യഗ്രതയോ അവർ കാണിക്കില്ല. ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് മറ്റൊരാളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള ബോധം നമുക്കുണ്ടാകണം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അങ്ങനെ സംഭവിക്കുന്നുമില്ല. അവൻ അപവാദം പറയുന്ന ഒരാൾ, ഏഷണി പറയുന്ന ഒരാൾ അവൻ്റെ തെറ്റ് തിരിച്ചറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. താൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അപവാദങ്ങളും ഏഷണികളും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കൽ പോലും അവൻ്റെ തെറ്റിനെ അവൻ തന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വലിയ ഒരു പരാജയമാണ്. ഞാനും നിങ്ങളും ആ പരാജയത്തിൽ ഉൾപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.